ദി സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ സംഗ്രഹ രൂപം നമുക്കിവിടെ കേൾക്കാം. ജ്ഞാനികളായ നിരവധി പേരുടെ അനുഭവങ്ങൾ കണ്ടെത്തിയാണ് റോണ്ട ബേൺ എന്ന എഴുത്തുകാരി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ 1-ാം അധ്യായം രഹസ്യം വെളിപ്പെടുത്തുന്നു. പ്രതിപാദിക്കുന്നതും ഈ രഹസ്യം എന്താണ് എന്നതാണ്. അതിൽ പ്രൊപാക്ടർ തത്വജ്ഞാനി പറയുന്നത് നമുക്കെല്ലാമുള്ള ഇൻഫിനിറ്റ് പവർ കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം നടക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം ഗൗരവത്തോടെയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പ്രൊപാക്ടർ മാത്രമല്ല, ഷേക്സ്പിയറും വിക്ടർ ഹ്യൂഗോയും സോക്രട്ടീസും ഐസക് ന്യൂട്ടനും പോലെയുള്ളവരെ എല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചതാണെന്നും പറയുന്നുണ്ട്. ഇവർക്ക് മുന്നേ പല മതങ്ങളും നാഗരിക ബാബിലോണിയൻ സംസ്കാരങ്ങളും ഇതേ ആശയത്തെ ഉൾക്കൊണ്ടിരുന്നിട്ടുണ്ടെന്നും ഈ അധ്യായത്തിൽ അവർ പറയുന്നു. അതിന് യോജിച്ച ഒരു ഉദാഹരണം അവർ പറയുന്നുണ്ട്. അതായത് ലോകത്ത് 90% പണവും പദവികളും കേവലം 1% മനുഷ്യർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണല്ലോ പറയുന്നത്. അതായത് വെറും 10% മാത്രമേ ബാക്കി വരുന്ന 99% അർഹതയുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ആ 1% വിജയത്തിന് കാരണം? ആ രഹസ്യം ആണെന്ന് പറഞ്ഞു വരുന്നു. മാളികമുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറി എന്ന് തന്നെ വെക്കൂ. ഈ രഹസ്യം അറിയാവുന്ന ഒരു മന്നനായിരുന്നു അതെങ്കിൽ തിരിച്ചു മാളിക കയറാൻ അധിക സമയം വേണ്ടി വരില്ല. അറിഞ്ഞോ അറിയാതെയോ നമുക്കുള്ളിലെ വിൽ പവർ അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ വിജയത്തിൽ ഒരിക്കൽ പ്രതാപത്തിലിരുന്ന ഒരാളെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നത് തന്റെ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു എന്ന ഭയമാണ്. എന്നാൽ ഇച്ഛാശക്തി കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു നേടാം എന്ന രഹസ്യം അറിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. ഇതൊരു ത്രാസ് പോലെയാണ് എന്ന് പറയാതെ വയ്യ. ഏത് തട്ടിലെ ചിന്തകളാണോ കൂടുതൽ താഴ്ന്നിരിക്കുന്നത്, അത് നല്ല ചിന്തകൾ ആണെങ്കിൽ വിൽ പവർ അത് നമ്മളിലേക്ക് എത്തും. അതിനാൽ നമ്മുടെ ചിന്തകളുടെ തുലാസിൽ നല്ലത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. സന്തോഷം തരുന്ന നല്ല പാട്ടുകളാണെങ്കിൽ നമ്മുടെ ആ മൂഡ് അനുസരിച്ച് നമുക്ക് ചുറ്റും ആ സന്തോഷം അലയടിക്കും. നമ്മുടെ സന്തോഷം കണ്ട് ചുറ്റുമുള്ളവരും സന്തുഷ്ടരാകും. അതേപോലെ ശോകഗാനമാണ് കേൾക്കുന്നതെങ്കിൽ അറിയാതെ ഒരു ദുഃഖം നമ്മളിലേക്ക് വന്നു ചേരും. ആ പാട്ടിലെ സിറ്റുവേഷനുമായി നമ്മുടെ ജീവിതത്തിലെ വിഷമകരമായ ഒരവസ്ഥയെ താരതമ്യപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മൾ അറിയാതെ തന്നെ വരും. അതുകൊണ്ട് അടുത്തിരിക്കുന്നവർ തന്നെ പറയും, നീ നല്ല മൂഡിലല്ലോ എന്ന്. കാരണം കേൾക്കുന്ന പാട്ട് മാത്രമല്ല, അതിലെ വരികളും നമ്മളെ സ്വാധീനിക്കും. പരീക്ഷയ്ക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് പാട്ട് കേൾക്കുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. അവരുടെ ഉള്ളിൽ അപ്പോൾ കേട്ട പാട്ടിന്റെ സ്വാധീനമായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ കേട്ടതെങ്ങാനും ശോകഗാനമാണെങ്കിൽ പഠിച്ചത് കൂടെ തത്വമായിരിക്കും. കാരണം നമ്മൾ എന്ത് കേൾക്കുന്നു അതിൻ്റെ സ്വാധീനം നമ്മളിൽ നല്ലവണ്ണം ഉണ്ടാകും. അത് നമ്മളിൽ ചുറ്റിയുള്ള ബാക്കി കാര്യങ്ങളെയും സ്വാധീനിക്കും. വീണ്ടും ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകരുതലുകൾ എടുക്കുന്നവരും ഭയപ്പെടുന്നവരും അതിനെക്കുറിച്ച് പേടിച്ച് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അസുഖം പിടിക്കുന്നതായി കാണാം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്ത് വേണം, നല്ലത് മാത്രം ചിന്തിക്കണം.